ഞാനിന്ന് അരിപ്പൊടി വെച്ചിട്ട് കുഴലപ്പമാണ് തയ്യാറാക്കുന്നത്. നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആ പാകത്തിലുള്ള അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ കപ്പിന് ഒരു കപ്പ് അരിപ്പൊടി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടു. പിന്നീട് ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങയും ഇട്ടു. പിന്നീട് 1/4 ടീസ്പൂൺ കരിഞ്ജീരകവും ഇട്ട് കൊടുത്തു. കാൽ ടീസ്പൂൺ നല്ല ജീരകവും. പിന്നീട് ഒരു വെളുത്തുള്ളിയും 3 ചെറിയുള്ളിയും ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഞാൻ അതൊന്ന് അടിച്ചെടുത്തു. ഒരു കപ്പ് അരിപ്പൊടിക്ക് ഞാൻ 1.5 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. അതേ കപ്പിന് അപ്പം ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ആ വെള്ളം ഒഴിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു. ആദ്യം 1 കപ്പ് ഒഴിച്ചു, പിന്നെ ഒരു 1/2 കപ്പും കൂടി ഒഴിച്ചു. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തു. പിന്നീട് ഞാൻ ആ അരിപ്പൊടി നന്നായി മിക്സ് ചെയ്തു. ആ തേങ്ങയും ജീരകവും ഒക്കെ നന്നായി അരിപ്പൊടിയിൽ മിക്സ് ചെയ്തു. അപ്പം ഞാൻ വെള്ളം തിളയ്ക്കാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഈ അരിപ്പൊടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായി തിളച്ചു. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി തിളച്ച വെള്ളം ഇതിലേക്കിട്ട് നന്നായി വാട്ടിയെടുക്കാം. ഞാനത് നന്നായി വാട്ടിയെടുത്തു. ആ വെള്ളം കറക്റ്റായിരുന്നു. നന്നായി വാട്ടിയതിന് ശേഷം ഞാൻ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി, നെയ്യോ ഓയിലോ എന്തെങ്കിലും തടവിയിട്ട് നമുക്കത് കുഴച്ചെടുക്കാം. പിന്നീട് ഞാൻ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി മാറ്റി. പിന്നെ ഞാൻ ഒരു പ്രസ്സറിൽ അത് ഒന്ന് ചെറുതായിട്ട് പരത്തിയെടുത്തു. ഇങ്ങനെ പരത്തിയെടുത്തു ആ ബോൾസ് മുഴുവനും. പിന്നീട് ഞാൻ കയ്യിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു വിരൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് ഞാനിങ്ങനെ പ്രസ് ചെയ്തു അത്. അങ്ങനെ ഞാൻ ആ പരത്തിയ ഇത് മുഴുവനും ഇങ്ങനെ ആക്കിയെടുത്തു. ഒരു കൈയിൻ്റെ ഒരു കൈവിരൽ നമ്മളത് നടുക്കുള്ളിൽ വെച്ചിട്ട് അവിടെ ഒന്നിങ്ങനെ ചെറുങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഞാൻ ആക്കിയെടുത്തു. അപ്പോഴേക്കും ഞാൻ നമ്മുടെ സ്റ്റൗവിൽ ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായതിന് ശേഷം നമുക്ക് അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് ചുട്ടെടുക്കാം. അങ്ങനെ ആ മാവ് പരത്തിയ മാവൊക്കെ ഞാനിങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട്.
ഇത് വേണമെങ്കിൽ നമുക്ക് നടുക്ക് കുഴൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഓയിലോ തടവിയിട്ട് ഇങ്ങനെ കുഴലിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കിതിങ്ങനെ ആക്കിയെടുക്കാം. കൈ വേണമെന്നില്ല, ഒരു കുഴലിൻ്റെ മുകളിൽ വെച്ചിട്ട്. ഇതാ നമ്മുടെ ചട്ടിയിലെ ഓയിൽ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അത് താനേ ഇങ്ങനെ അതിൽ കിടന്നിങ്ങനെ ഒരു സൈഡ് വെന്തതിന് ശേഷം നമ്മളൊന്ന് ആയത് നമുക്ക് കോരിയെടുക്കാം. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, ഞാൻ കഴിച്ചു നോക്കി. പിന്നെ നമുക്ക് അടുത്തതും ഇതുപോലെ ഇട്ട് കൊടുക്കാം. തീ അപ്പം മീഡിയം ഫ്ലെയിമിലാണ്. ഒരു സൈഡ് ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ഇതുമായി ഇത് നമുക്ക് കോരിയെടുക്കാം. അടുത്തതും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് കഴിക്കുമ്പോൾ അങ്ങനെ കറുമുറാന്നുണ്ട്, നല്ല ഒരു ഇതുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ. അങ്ങനെ ഞാൻ ആ മാവ് കൊണ്ട് എല്ലാം ചുട്ടെടുത്ത് കഴിഞ്ഞു. ഇതെങ്ങനെയുണ്ട്, ചുട്ടപ്പം എങ്ങനെയുണ്ട്? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കുഴലപ്പം ഇവിടെ റെഡിയായി.